ഈശോ തന്നെ എൻ്റെ നാവിൻ തുമ്പിലേക്ക് വരുമ്പോൾ, എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വലിയൊരു ദൗത്യം കൂടി അതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മയൊക്കെ പ്രേക്ഷിത ദൗത്യത്തിനായി ഉള്ള ഒരു അയക്കപ്പെടലാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. അതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മളതിനെ പറയും ദിവ്യപ്രേഷണം, സാന്റാ മിസ എന്നാണ് അതിനെ പറയുക. ഹോളി മാസ് എന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് ഈ അർത്ഥത്തിലേക്കാണ്. അതായത് ഈ വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന ശക്തി, വിശുദ്ധ കുർബാന എന്നെ ദൈവഹിതം അനുദിന ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിനായി, ദൈവഹിതം നിറവേറ്റുന്നതിനായി നമ്മളെയൊക്കെ അയക്കുന്നു. അങ്ങനെയാണ് ഹോളി മാസ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് വരുന്നത്. പലപ്പോഴും ഒരു തമാശ തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പണ്ടൊക്കെ കുർബാന കഴിഞ്ഞിട്ടുള്ളൊരു അയക്കപ്പെടൽ നോക്കുമ്പോൾ ചിലപ്പോൾ ചിക്കൻ ഷോപ്പിലേക്കായിരിക്കാം, ചിലപ്പോൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കാണാറുണ്ട്. വലിയൊരു തമാശ പോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന ദൈവഹിതം നിറവേറ്റപ്പെടാനായിട്ട്, അനുദിന ജീവിതത്തിൽ നിറവേറ്റപ്പെടാനായിട്ട് എന്നെ അയക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവർ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ചതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് വചനം, അവർ തിടുക്കത്തിൽ തിരിച്ചുപോയി. തിടുക്കത്തിൽ തിരിച്ചു പോയത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ, അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ഈശോയെ അറിയിക്കാനായിട്ട് അവർ തിടുക്കത്തിൽ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ, അത് കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിൽ ആയിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, അവിടെയൊക്കെ എന്നെയും നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണോ അത് നിറവേറ്റാനുള്ള ഒരു വലിയ ദൗത്യവും ശക്തിയും വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ലഭിക്കുന്നു. ആ ഒരു ദൗത്യത്തിലേക്കാണ് നമ്മെ അയക്കുന്നത്.